നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗണേഷ് കുമാറിന് പുകഴ്ത്തൽ. പഞ്ചായത്ത് പ്രസിഡന്റിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കൊല്ലം വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തലച്ചിറ അസീസിനെയാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. ഗണേഷ് കുമാർ കായ്ഫലമുള്ള മരമാണെന്നായിരുന്നു അസീസിന്റെ പ്രസംഗം. തലച്ചിറയിൽ നടന്ന റോഡ് ഉദ്ഘാടന വേദിയിലായിരുന്നു അസീസിന്റെ പ്രസംഗം. മന്ത്രി കെ.പി. ഗണേഷ് കുമാറിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പത്തനാപുരത്തു നിന്നും വിജയിപ്പിക്കണമെന്നായിരുന്നു അബ്ദുൾ അസീസ് ആഹ്വാനം ചെയ്തത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം. റോഡ് അറ്റകുറ്റപ്പണിക്കെത്തിയ എം.എൽ.എ തടഞ്ഞ് CPM പ്രവർത്തകർ. മലപ്പുറം തിരൂർ മുസ്ലിം ലീഗ് എം.എൽ.എ കുറുക്കോളി മൊയ്തീനെയും സംഘത്തെയും CPM പ്രവർത്തകർ തടഞ്ഞു. കുറുക്കോൾ ഓട്ടുകരപ്പുറം റോഡ് അറ്റകുറ്റപ്പണിക്കെത്തിയപ്പോഴാണ് സംഭവം. റോഡ് അറ്റകുറ്റപ്പണി തടഞ്ഞതോടെ എം.എൽ.എയും സംഘവും മടങ്ങി. നാട്ടുകാരും എം.എൽ.എയുമായും വാക്കേറ്റമുണ്ടായി. ജനുവരിയിൽ റോഡ് പണി ചെയ്യാനിരിക്കെ നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്നാണ് താൽക്കാലിക അറ്റകുറ്റപ്പണിക്കെത്തിയതെന്ന് എം.എൽ.എ പറയുന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പടക്കം മുന്നിൽ കണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് എം.എൽ.എ എത്തിയതെന്ന് CPM നേതാക്കൾ ആരോപിച്ചു. അരിയിൽ ഷുക്കൂർ വധക്കേസ് പ്രതിയെ മേഖലാ സെക്രട്ടറിയാക്കി DYFI. കേസിലെ 15ാം പ്രതിയായ ഷിജിൻ മോഹനെയാണ് കണ്ണപുരം ഈസ്റ്റ് മേഖലാ സെക്രട്ടറിയാക്കിയത്. 2012 ഫെബ്രുവരി 20-നാണ് അരിയിൽ ഷുക്കൂർ കൊല്ലപ്പെടുന്നത്. കേസിന്റെ വിചാരണ നടപടികൾ ഈ വർഷം മെയ്യിലാണ് ആരംഭിച്ചത്. MSF നേതാവായിരുന്ന ഷുക്കൂറിനെ കണ്ണപുരം കീഴറയിലെ വള്ളുവൻ കടവിനടുത്ത് 2.5 മണിക്കൂറോളം ബന്ദിയാക്കിയ ശേഷമായിരുന്നു കൊലപാതകം. 33 പ്രതികളുള്ള കേസിൽ CPIM നേതാക്കളായ P. ജയരാജനും TV രാജേഷും പ്രതികളാണ്. തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ NDAയിൽ ഭിന്നത. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ BDJS. കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ ലക്ഷ്യമിട്ട് തദ്ദേശ പോരാട്ടത്തിനൊരുങ്ങുന്ന BJPക്ക് തിരിച്ചടി. തിരുവനന്തപുരത്ത് NDAയിൽ ഭിന്നത ശക്തമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് BDJS. നാളെ 20 സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നാണ് BDJS പ്രഖ്യാപിച്ചിരിക്കുന്നത്. BJP മുന്നണി മര്യാദ പാലിച്ചില്ലെന്നാണ് BDJS വിമർശനം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് തീരുമാനം. BDJS ആവശ്യപ്പെട്ട ചില സീറ്റുകളിൽ സ്ഥാനാർത്ഥികളിൽ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതാണ് BDJSനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസ് MLAയുടെ 64 കോടിയുടെ സ്വത്ത് ED കണ്ടുകെട്ടി. ഉത്തര കന്നഡ ജില്ലയിലെ കാർവാർ മണ്ഡലം കോൺഗ്രസ് MLA സതീഷ് കൃഷ്ണ സെയിലിന്റെ 64 കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രഖ്യാപിച്ചത്. ഇരുമ്പയിര് കയറ്റുമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന്റെ ഭാഗമായാണ് നടപടി.